വി ഡി സതീശൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിലെ ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അതിനകത്ത് അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് അപ്പോൾ ആദ്യം കേട്ടപ്പോൾ തന്നെ എന്താ അതിൽ കുഴപ്പം എന്നേ തോന്നിയിട്ടുള്ളൂ. ഒരു പിശകും ഞാനതിൽ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നാണ്. വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? വി ഡി എന്തുകൊണ്ടാണ് മുൻകാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും മറ്റുമൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വി ഡി സതീശൻ എന്ന് മാത്രം പറഞ്ഞ ആൾ വടശ്ശേരി ദാമോദര മേനോൻ എന്ന് മുഴുവൻ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയാണ്. എന്താ അതിൻ്റെ കാര്യം? എനിക്ക് മനസ്സിലായത്, ഈ പറയുന്ന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തെ വല്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ ഒരു ബിംബമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ എഴുതിയപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പുറത്ത് മാധ്യമങ്ങൾ, പത്രങ്ങൾ, പ്രത്യേകിച്ചും പത്രങ്ങളാണല്ലോ എഴുതുക. അത് സാധാരണഗതിയിൽ മത്സരരംഗത്തേക്ക് വരുന്ന നേതാക്കളുടെ മുഴുവൻ പേര് എഴുതുക എന്നതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി വടശ്ശേരി, ഡി ദാമോദരൻ, വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പത്രങ്ങൾ എഴുതി. മാധ്യമം, മനോരമ, ഇവരാണ് പത്രങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ സി അച്യുത മേനോൻ്റെ മകന് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് സി അച്യുതൻ എന്നാണെന്ന് പറയാൻ പറ്റുമോ? വള്ളത്തോൾ നാരായണ മേനോൻ്റെ മകന് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് വള്ളത്തോൾ നാരായണൻ എന്നാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. MT വാസുദേവൻ നായരുടെ, MT പിന്നെയൊക്കെ ഒടുവിലെത്തുമ്പോൾ MT എന്നുള്ള പേരിലേക്ക് മാറി. EMS എന്നുള്ളത് EMS നമ്പൂരിപ്പാട് മാറിയിട്ട് EMS മാത്രമായി. അങ്ങനെ തന്നെ അവരെ പരിചയിക്കുന്ന കാലം വന്നു. പക്ഷേ ഒരു കാലത്തിൻ്റെ രീതി ഇതുപോലുള്ള ഈ എന്താണ് ഉന്നത കുല മീൻസ് വിത്തിൻ കോട്ട്സ്, ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകളുടെ പേര് ഇതിനോടൊപ്പം ചേർത്ത് വെക്കലായിരുന്നു ഒരു കാലത്തിൻ്റെ രീതി. പക്ഷേ നമ്മൾ നോക്കൂ, വടശ്ശേരി ദാമോദര മേനോൻ്റെ പേരിൽ അതുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ വി ഡി സതീശൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ വി ഡി സതീശൻ എന്ന പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. വി ഡി സതീശൻ വന്ന് ഞാൻ വി ഡി സതീശൻ മേനോൻ എന്ന ഞാൻ എന്ന് വായിച്ചാലേ ഈ പറയുന്ന രാഷ്ട്രീയ വായനകളും ഒക്കെ അദ്ദേഹത്തിന് മേൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് മുഴുവനായിട്ടും അങ്ങനെയല്ല, അതൊന്ന് തിരുത്തണം എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമാണ്. ഇത് ഇവരങ്ങോട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഏത്? ഇവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര്, മുഴുവൻ പേര് എഴുതുമ്പോൾ ഇവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച്, ആര് എഴുതുന്ന പത്രത്തിൻ്റെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ബുദ്ധിയുടെയും ആ ഒരു തോന്നലിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരങ്ങ് മാറ്റി. അതെങ്ങനെയാണ് ശരിയാവുക? അത് പറ്റില്ലല്ലോ. ആ ഏത് മകനാണെന്ന് സമ്മതിക്കുക? അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇതാണ്, അച്ഛൻ്റെ പേര് മുഴുവൻ പേര് ഇതാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ പേര് കൂടെ പറയാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മന്ത്രിമാർ അവർക്ക് കിട്ടിയ അധികാര പദവിയിൽ സന്തോഷിക്കുന്നവരാണ്, ആ സന്തോഷം പ്രകടിപ്പിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഇന്നലെ ഞാനും ഹർഷനും എത്രയോ മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ എടുത്തിൽ എത്രയോ ആളുകളോട് സംസാരിച്ചു. അവർ രാഷ്ട്രീയ പ്രവർത്തനം കഷ്ടപ്പെട്ട കാലത്ത് തുടങ്ങിയിട്ട്, ചെറുപ്പക്കാരായിട്ട് തുടങ്ങിയിട്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചും തല്ലുകൊണ്ടും അതിലേക്ക് എത്തുമ്പോൾ അവർ ആത്മാർത്ഥമായ സന്തോഷത്തോടു കൂടിയാണ് ഈ അധികാരത്തെ സ്വീകരിക്കുന്നത്, പദവിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ രക്ഷിതാക്കളെ ഓർമ്മ വരും. ഒരാളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിനകത്ത് ഒരു മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരവരുടെ രക്ഷിതാക്കളെ ഓർക്കുന്നു എന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എടുത്താൽ മതി. പിന്നെ ഈ മേനോൻ എന്ന ജാതി പേരിനോടുള്ള രാഷ്ട്രീയ വായനകളൊക്കെ സാധ്യമായിട്ടുള്ളതാണ്. ഞാനതിന് BR അനൂപ് കാണിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിമർശത്തെ ഞാൻ സമ്മതിക്കുന്നു. കാരണം BR അനൂപ് ആ നിലയ്ക്കൊരു രാഷ്ട്രീയ ബോധ്യം മുൻകാലങ്ങളിൽ മുതലേ പ്രകടിപ്പിച്ചു വന്നിരിക്കുന്ന അംബേദ്കറായിട്ടായിട്ടുള്ള ആ മേഖലയിൽ കോൺഗ്രസ്സിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നത് ഓക്കെയാണ്. പക്ഷേ ജിൻഡോ ജോണിലാണ് ഞാൻ പറഞ്ഞ ഭാവിയിലേക്കുള്ള UDFിൻ്റെ മുന്നോട്ട് പോക്കിൽ നമ്മൾ ദർശിക്കേണ്ടുന്ന ചില കാര്യങ്ങളുള്ളത്. അതായത് നോക്കൂ, ഇങ്ങനെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ് എന്നതുകൊണ്ട് അദ്ദേഹം ആ പേര് മുഴുവനായിട്ട് ഉപയോഗിച്ചു എന്ന് വളരെ നിസ്സാരമായിട്ടും പോസിറ്റീവായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്ന് മനസ്സിലാക്കാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള ജിൻഡോ ജോൺ വന്നിട്ട് അതിനകത്തൊരു ഗോൾ അടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ കിട്ടിയ ചാൻസ് സ്കോർ ചെയ്യാൻ നോക്കുകയാണ്. അതായത് ആ സർക്കാർ വന്നിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വന്നിട്ട് 1-2 ദിവസമായതേ ഉള്ളൂ. ആദ്യ ദിവസം തന്നെ അപ്പോൾ കിട്ടുന്ന ചാൻസിൽ, അതായത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മറുപക്ഷത്തുള്ള ആളുകൾ. എന്ത് ചാൻസിലാണ് നമുക്ക് അടിക്കാൻ പറ്റുക, സ്കോർ ചെയ്യാൻ പറ്റുക അദ്ദേഹത്തിന് മേൽ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ CPMകാരല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള ആളുകളല്ല, CPIക്കാരല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ചില പക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഒന്ന്, ഈ കോൺഗ്രസിനകത്തെ ആളുകൾ, UDFിനകത്തെ മറ്റ് ശക്തികൾ ഇതിനെ ഇവർ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുമോ എന്ന കാര്യം ഒന്ന്. രണ്ടാമത്തേത്, ഉറച്ച തീരുമാനമെടുക്കാവുന്ന, എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന, സൗകര്യമുള്ള നിലപാടുകൾ പെട്ടെന്ന് സ്വീകരിക്കാവുന്നത് പോലെ, മറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവർ എങ്ങനെ തീരുമാനമെടുക്കും, അതിനുള്ള ധൈര്യം ഇവർ കാണിക്കുമോ എന്ന കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റത്തെ സംശയാലുക്കളായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.